വിശുദ്ധ റമളാൻ വിശുദ്ധ ഖുർആനിൻ്റെ മാസമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ റമളാനു ഷരീഫിൻ്റെ ഈ മഹത്വത്തിൻ്റെയും വലിപ്പത്തിൻ്റെയും ഇത്രയും പ്രാധാന്യം ലഭിച്ചതിൻ്റെയും കാരണം ഖുർആൻ ഇറങ്ങി എന്നതുകൊണ്ടാണ്. ഖുർആനാണ് ഈ മാസത്തിന് ഇത്രയും മഹത്വം കൊടുത്തത്. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. വിശുദ്ധ റമളാൻ നമ്മളോട് സലാം പറയാനിരിക്കുന്ന ഈ സമയത്ത് തീർച്ചയായും നമ്മൾ ഒരു അവലോകനം നടത്തേണ്ട സമയമാണിത്. വിശുദ്ധ ഖുർആൻ അതിൻ്റെ വാർഷികം നടക്കുന്ന, ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങിയതിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന വിശുദ്ധമായ റമളാനിൽ ഞാൻ ഒന്നുകൂടെ ഒട്ടിയും ചേർന്നും നിന്ന് ആത്മാർത്ഥതയോടെ ഖുർആൻ ഓതി ആഘോഷിക്കേണ്ട ഈ മഹത്തായ മാസം എത്രത്തോളം എനിക്ക് ഓതാനും പാരായണം ചെയ്യാനും ഖുർആനുമായി ബന്ധപ്പെടാനും സാധിച്ചു എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ട സമയമാണിത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിക്കുന്നത് കാണാം, അഫ്ളലുൽ കലാമില്ലാഹി തആല അലാ സായിരിൽ കലാമി കഫളില്ലാഹി അലാ ഖൽഖിഹി. അല്ലാഹുവിൻ്റെ കലാമായ വിശുദ്ധമായ ഖുർആൻ അതിന് മറ്റുള്ള കലാമുകളെക്കാളുമുള്ള ശ്രേഷ്ഠത എത്രയാണെന്ന് നിങ്ങൾക്കറിയോ? അള്ളാഹുവിന് മറ്റു സൃഷ്ടികളുമായി എത്രത്തോളമാണോ നിങ്ങൾ വലിപ്പവും ശ്രേഷ്ഠതയും നിങ്ങൾ കണക്കാക്കുന്നത്, ഒരു സൃഷ്ടിയും അള്ളാഹുവും തമ്മിലുള്ള അന്തരവും അതിൻ്റെ ബഹുമാനവും എത്രയാണോ അതുപോലെയാണ് അള്ളാഹുവിൻ്റെ കലാമും ബാക്കിയുള്ള കലാമുകളും തമ്മിലുള്ള മഹത്വവും വ്യത്യാസവും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ വിശുദ്ധമായ ഖുർആൻ അത് നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ള, നമ്മുടെ ഹൃദയം ബന്ധപ്പെടുത്തി ആസ്വദിക്കാനുള്ള ഏറ്റവും നല്ല ഒരു മാർഗമാണ്. അള്ളാഹുവിലേക്ക് അടുക്കാനും വിശുദ്ധമായ മതത്തെക്കുറിച്ച് അറിയാനും കൂടുതൽ നമുക്ക് നന്മയിലേക്ക് മനസ്സിനെ ചേർത്തു വെക്കാനും ഒക്കെ ഖുർആനുമായിട്ടുള്ള ബന്ധം ഉപകരിക്കുമെന്നത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. വിശുദ്ധമായ ഖുർആൻ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബിക്കും. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്ന്, അല്ലാഹുവിൽ നിന്ന് വഅദ് ഉപദേശം വന്നിട്ടുണ്ട്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ കറ പിടിച്ച് കിടക്കുന്ന ഹൃദയത്തിനേറ്റ അസുഖങ്ങൾക്കുള്ള മരുന്ന് വന്നിട്ടുണ്ട്. വഹുദൻ, സന്മാർഗത്തിന്റെ വഴികളാണ് വന്നിരിക്കുന്നത്. വറഹ്മത്തുൻ, കരുണയുടെ കാരുണ്യത്തിന്റെ വർഷമാണിത്. ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് റഹ്മത്തിന്റെ, സന്മാർഗത്തിന്റെ, അതുപോലെ ഹൃദയാന്തരങ്ങളിൽ അള്ളിപിടിച്ചിരിക്കുന്ന അസുഖങ്ങളുടെ ശിഫയും അതിനേക്കാളൊക്കെ ഉപരിയായി നിങ്ങൾക്ക് വേണ്ട മുഴുവൻ വഅദുകളും ഉപദേശങ്ങളും അടങ്ങിയ മഹത്തായ ഒരു ഗ്രന്ഥം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന് ജനങ്ങളെ വിളിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഖുർആൻ ഉപദേശമാണ്. എല്ലാവരുടെയും ഹൃദയത്തിൽ അള്ളിപിടിച്ച, ഹൃദയത്തിൽ കിടക്കുന്ന അസുഖങ്ങൾക്ക്, ഹൃദയത്തിന്റെ സമാധാനത്തിന് ഖുർആൻ മരുന്നാണ്. വഹുദൻ, എല്ലാവർക്കും സന്മാർഗത്തിന്റെ വഴിയാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് റഹ്മത്തുമാണെന്ന് അള്ളാഹു സൂചിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനീ പറഞ്ഞ ഒരൊറ്റ ആയത്ത് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആലോചിക്കാം. ഖുർആനിൻ്റെ ആ വഅദ്, ഖുർആനിൻ്റെ ഉപദേശം നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഖുർആനിൻ്റെ ഉപദേശം നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടോ? മഹാന്മാർ ആ ഉപദേശം കേട്ട് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി അതിൻ്റെ രസം ഉൾക്കൊണ്ട് പൊട്ടി പൊട്ടി കരയുന്ന രംഗങ്ങൾ ചരിത്രത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് സമയം പോലെ നമുക്ക് അങ്ങോട്ട് വരാം. അതുപോലെ നമ്മുടെ ഹൃദയത്തിനേറ്റ മുഴുവൻ പ്രശ്നങ്ങളുടെയും ചികിത്സയാണ് ഖുർആൻ എന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് സൂചിപ്പിക്കുന്നുണ്ട്. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിലൂടെ പറയുന്നത് കാണാം, വദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ
بتدبر المعنى وللبطن الخلاء وقيام ليل والتضرع بالسحر ومجالسات الصالحين الفضلاء. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത്, വദവാഉ ഖൽബിൻ, നിങ്ങളുടെ ഹൃദയത്തിനുള്ള മരുന്ന്, ഹൃദയത്തിനുള്ള ചികിത്സ, ഖംസത്തുൻ, 5 ചികിത്സകൾ മഹാനവറുകൾ പറയുന്നു. അതിലൊന്നാമതായി എണ്ണിയത് ഫത്തിലാവത്തുൻ ബിതദബ്ബുരിൽ മഅനാ, അർത്ഥമറിഞ്ഞുകൊണ്ടുള്ള ഖുർആൻ പാരായണമാണ് ഹൃദയത്തിന്റെ രോഗങ്ങൾക്കുള്ള ഒന്നാമത്തെ ചികിത്സയായി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഹൃദയത്തിൽ കുറുമ്പും ഉജുബും ഹസദും റിയാഉം മുഅ്മിനീങ്ങളോടുള്ള പകയും ദേഷ്യവുമായി നടക്കുന്നവരുണ്ടോ, അവർക്കെല്ലാമുള്ള ചികിത്സയാണ് വിശുദ്ധമായ ഖുർആൻ. ഖുർആൻ ഓതിയിട്ട് നമ്മുടെ ഹൃദയം പ്രകാശിക്കണം. ഖുർആൻ ഓതിയിട്ട് നമ്മുടെ മനസ്സ് നന്നാവണം. ഖുർആൻ ഓതിയിട്ട് നമ്മളുടെ മനസ്സിലുള്ള മുഴുവൻ ദേഷ്യവും പകയും ഒഴിവായി കിട്ടണം. അതിനുള്ള ഏറ്റവും നല്ല മരുന്ന് എല്ലാവരോടും സ്നേഹം വരാൻ, എല്ലാവരോടും ഇഷ്ടം വരാൻ, മുഅ്മിനീങ്ങളെ മുഴുവനും സ്നേഹിക്കാൻ ഏറ്റവും നല്ല മരുന്നായി മഹാന്മാര് പഠിപ്പിച്ചത് വിശുദ്ധമായ ഖുർആനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം, ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ അജ്സാമിക്കും വലാ ഇലാ സുവരിക്കും വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും. ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അല്ലാഹു നിങ്ങളുടെ വസ്ത്രത്തിലേക്ക് നോക്കൂല, അല്ലാഹു നിങ്ങളുടെ ശരീരത്തിലേക്ക് നോക്കൂല. നിങ്ങൾ എത്ര തടിച്ചവനാണ്, കുറിയവനാണ്, ഭംഗിയുള്ളവനാണ്, ഇല്ലാത്തവനാണ്, എത്ര പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ചവനാണ്, അല്ലാത്തവനാണ് എന്നതിലേക്ക് അല്ലാഹു നോക്കൂല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും, മറിച്ച് അല്ലാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്കാണ്. അവിടെ എത്രമാത്രം നന്മയുണ്ട്, ഹൃദയത്തിന്റെ ആഴയിൽ എത്രമാത്രം വെളിച്ചമുണ്ട്, ഹൃദയത്തിന്റെ ഉള്ളിൽ എത്രമാത്രം നന്മയുണ്ട് എന്നതാണ് അല്ലാഹു നോക്കുന്നത്. അതുകൊണ്ടു തന്നെ അവിടെ കൃത്യമായി ഒരാൾക്ക് നന്മ നട്ടുപിടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഏറ്റവും നല്ല ഹൃദയത്തിന്റെ ഉടമയാവാൻ പറ്റിയവർക്കല്ലാതെ, അഥവാ അല്ലാഹുവിനെ പേടിച്ച് തഖ്വയോടെ ജീവിച്ചവർക്കല്ലാതെ വിജയിക്കാൻ കഴിയൂല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മാത്രമല്ല, നാളെ ആഖിറത്തിലെത്തുന്ന സമയത്ത് അവിടെ ആരാ രക്ഷപ്പെടുക, അവിടെ ആർക്കാണ് സ്ഥാനം ലഭിക്കുക, അതിനെക്കുറിച്ച് വിശുദ്ധമായ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അതേ ആഖിറത്തിൽ നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ മക്കളോ മറ്റൊന്നും നിങ്ങൾക്ക് ഉപകരിക്കാത്ത ലോകമാണ്. അവിടെ വിജയിക്കണോ, ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ രക്ഷപ്പെട്ട ഒരാളോടും ദേഷ്യവും പകയും വെറുപ്പും പ്രശ്നങ്ങളും ഇല്ലാത്ത ഏറ്റവും ശുദ്ധമായ ഹൃദയവുമായി നിങ്ങൾക്ക് വരാൻ സാധിക്കുമെങ്കിൽ അവർക്കാണ് ആഖിറത്തിലെ വിജയമെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോ പറഞ്ഞു വന്നത്, ഹൃദയം ശുദ്ധിയാവാതെ നമുക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല, ആഖിറത്തിൽ രക്ഷപ്പെടൂല. അള്ളാഹു നമ്മളെ പഠിക്കുന്നതും നമ്മളെ നോക്കുന്നതും നമ്മളെ കാണുന്നതും ഏറ്റവും പ്രധാനമായി നമ്മുടെ ഹൃദയത്തിലാണ്. പുറത്ത് നമ്മൾ നല്ലവരായിരിക്കാം, ജനങ്ങൾക്കിടയിൽ വലിയവനായിരിക്കാം, പക്ഷേ അതുകൊണ്ടൊന്നും അള്ളാന്റെ മുമ്പിൽ രക്ഷപ്പെടൂല. ഹൃദയം വിമലീകരിക്കപ്പെടണം. എന്നാൽ അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട്, ഇന്നൽ ഖുലൂബ തസ്ദഉ കമാ തസ്ദഉൽ ഹദീദ്. ഇരുമ്പ് നമ്മൾ പഴുപ്പിച്ചെടുത്ത് പാകപ്പെടുത്തി അതിൽ പിടിച്ച ക്ലാവും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി ശുദ്ധിയാക്കുന്ന പോലെ ഹൃദയം ശുദ്ധിയാക്കാൻ കഴിയും. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അതെങ്ങനെയാ നബിയെ, എങ്ങനെയാണ് ഹൃദയം ശുദ്ധീകരിക്കുക? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന മറുപടി, തിലാവത്തുൽ ഖുർആൻ. ഒന്നാമത് പറഞ്ഞത് ഖുർആൻ പാരായണമാണ്. വദിക്റുൽ മൗത്ത്,
മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുമാണ്. ഖുർആൻ പാരായണവും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടെങ്കിൽ അവന്റെ ഹൃദയം ശുദ്ധിയായി കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുതന്നെയാണ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ നമ്മളോട് പറഞ്ഞത്. ഹൃദയത്തിന്റെ ചികിത്സയിലെ ഒന്നാമത് പറഞ്ഞത് തിലാവത്തുൻ ബിതദബ്ബുരിൽ മഅന, അർത്ഥമറിഞ്ഞുകൊണ്ടുള്ള ഖുർആൻ പാരായണം. ഖുർആൻ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. പുതിയ കാലത്ത് ഒരുപാട് ടെക്നിക്കൽ സൗകര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സോഷ്യൽ മീഡിയയും നമ്മുടെ മറ്റു സൗകര്യങ്ങളൊക്കെ ഉപയോഗിച്ച് വിശുദ്ധമായ ഖുർആനിന്റെ ആശയതലങ്ങൾ നന്നായിട്ട് പഠിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ പഠിച്ചു മനസ്സിലാക്കി അറിയാനുള്ള ശ്രമം ഉണ്ടാവണം. അറിയുന്നത് നന്നായിട്ട് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കണം. അപ്പൊ ഹൃദയം ശുദ്ധിയാകും. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ അതിനു ശേഷം പറയുന്ന 4 കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഹൃദയം ശുദ്ധിയാവാനുള്ള അടുത്ത കാര്യം പറഞ്ഞത് വലിൽ ബത്നിൽ ഖലാ, ഒഴിഞ്ഞ വയറ് നിറയാൻ പാടില്ല. ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കാൻ പാടില്ല. 10 മണിയായി അതുകൊണ്ട് ഭക്ഷണം കഴിക്കണം, ഉച്ചയായി ഭക്ഷണം കഴിക്കണം, വൈകുന്നേരം ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കണം, ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. മറിച്ച് വിശക്കുമ്പോൾ കഴിക്കണം, വിശപ്പ് മാറാൻ മാത്രം. വലിൽ ബത്നിൽ ഖലാ, ഹൃദയം ശുദ്ധിയാവണം, വയറ് കാലിയായിരിക്കണം. വഖിയാമു ലൈലിൻ, രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കണം. വത്തദർറുഇ ബിസ്സഹർ, അത്താഴ സമയത്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ കഴിയണം. എല്ലാ പ്രശ്നങ്ങളും തുറന്നു പറഞ്ഞ് പടച്ച റബ്ബിന്റെ മുമ്പിൽ വിനയമുള്ള അടിമയായി നിൽക്കാൻ പറ്റണം. ഇപ്പൊ വിശുദ്ധ റമദാനിൽ നമ്മളൊക്കെ അത്താഴത്തിന്റെ സമയത്ത് ഉണരുന്നുണ്ട്. അത് കുറച്ചൊന്ന് നേരത്തെ ഉണർന്നെണീറ്റിട്ട് കുറച്ച് ഇസ്തിഗ്ഫാർ ചൊല്ലി, കുറച്ച് നന്മകൾ ചൊല്ലി, നന്മയുള്ള ഇബാദത്തുകൾ ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് അവിടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. അത് ഹൃദയത്തിന്റെ ശുദ്ധീകരണത്തിന്റെ വലിയ മാർഗമാണെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. അടുത്ത മാർഗം പറഞ്ഞത് നല്ല മനുഷ്യരോടുള്ള കൂട്ടുകെട്ടാണ്. നാട്ടില് നമ്മുടെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോൾ അത് നല്ലവരാവണം. നമ്മൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണിത്. എൻ്റെ കൂട്ടുകാരൻ അവൻ ആരായാലും എന്താ, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടുന്നതിന്റെ മരുന്ന് പറഞ്ഞപ്പോ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറഞ്ഞത് എന്താ? നല്ല മനുഷ്യന്മാരുമായിട്ട് സ്വാലിഹീങ്ങളുമായിട്ടുള്ള ഇടപഴക്കം, കൂട്ടുകെട്ട്, അവരെ അടുത്ത് നമുക്ക് ഇരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അപ്പൊ നല്ലവരോട് കൂട്ടുകൂടുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൃദയം ശുദ്ധിയാവും. ആലിമീങ്ങളുള്ള സദസ്സ്, സാദാത്തുക്കളുള്ള സദസ്സ്, നല്ല മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സ്, ഇങ്ങനെയുള്ള സദസ്സുകളിലും അവരുമായിട്ടുള്ള ബന്ധവും നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കും. അപ്പൊ ഇതൊന്നും അല്ലാതെ തോന്നിവാസം ചെയ്ത്, അനാവശ്യങ്ങൾ ചെയ്ത്, അക്രമങ്ങൾ ചെയ്ത് നടക്കുന്ന ആളോട് കൂട്ടുകൂടിയാലോ സ്വാഭാവികമായിട്ടും അതും പകരും ഇങ്ങോട്ട്. നമ്മുടെ മനസ്സ് ചീത്തയായി പോകും. ഇപ്പൊ ബന്ധങ്ങൾ നന്നാവണം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു വന്നത് വിശുദ്ധമായ ഖുർആനാണ് ഹൃദയം നന്നാവാനും ഹൃദയം ശുദ്ധീകരിക്കപ്പെടാനുമുള്ള ഏറ്റവും നല്ല മാർഗമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനിയോ നമുക്ക് നന്മകൾ സമ്പാദിക്കാൻ പറ്റണ്ടേ ദുനിയാവിലെ ജീവിതത്തിൽ? അതിനാണല്ലോ നമ്മൾ ഇങ്ങോട്ട് പറന്നു വീണത്. ഇവിടെ എത്രത്തോളം നന്മകൾ ചെയ്യാൻ പറ്റുമോ അതിനനുസരിച്ചാണ് ആഖിറത്തിൽ സുഖം ലഭിക്കുന്നത്. എന്നാൽ ദുനിയാവിൽ നമുക്ക് ഏറ്റവും നല്ല നന്മയുടെ വഴി എന്താ? വളരെ സിമ്പിളായി സമ്പാദിക്കാൻ പറ്റുന്ന, ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റുന്ന മാർഗമാണ് ഖുർആൻ പാരായണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ ഖറഅ ഹർഫൻ മിനൽ കിതാബി ഫലഹു ഹസനത്തുൻ, ഒരാൾ വിശുദ്ധമായ ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം ഓതിയാൽ അവനൊരു ഹസനത്ത് പ്രതിഫലമുണ്ട്. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, ഒരു ഹസനത്ത് എന്ന് പറഞ്ഞാൽ അത് അതിന്റെ 10 ഇരട്ടിയാണ് അല്ലാഹു തആല കൊടുക്കുന്നത്. അപ്പോൾ ഒരക്ഷരം പാരായണം ചെയ്താൽ 10 പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നബി തങ്ങൾ പറയുകയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്നത് ഒരു ഹർഫാന്ന് ഞാൻ പറയൂല. വലാകിൻ അലിഫുൻ ഹർഫുൻ, അലിഫ് ഒരക്ഷരമാണ്. വലാമുൻ ഹർഫുൻ, ലാം മറ്റൊരക്ഷരമാണ്. വമീമുൻ ഹർഫുൻ, മീം മറ്റൊരക്ഷരമാണ്. അതുകൊണ്ട് തന്നെ അലിഫ് ലാം മീം
എന്ന് പാരായണം ചെയ്യുമ്പോഴേക്ക് 30 ഹസനത്ത് അള്ളാഹു നമുക്ക് തരുന്നുണ്ട്. വിശുദ്ധമായ റമളാനിൽ ഖത്മു ചെയ്തവരില്ലേ? വിശുദ്ധ റമളാനിൽ ഒരുപാട് ഖുർആൻ ഓതിയവരില്ലേ? അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. അള്ളാഹു വലിയ തൗഫീഖ് തന്നവരാണ്. ഒരു അക്ഷരത്തിന് 10 ഹസനത്ത് ലഭിക്കുമെങ്കിൽ ഖുർആൻ മുഴുവനും ഓതി തീർക്കുമ്പോൾ അതിന് നേടിയെടുത്ത പ്രതിഫലം എത്രയാണ്? 10 ഹസനത്ത് സ്റ്റാർട്ടിംഗ് ആണ്. അത് 70ഉം 700ഉം 70,000ഉം നമ്മുടെ ഓത്തിന്റെ ശൈലിയും ആത്മാർത്ഥതയും ഇഖ്ലാസും അനുസരിച്ച് അതിൻ്റെ 10 മടങ്ങുകൾ വർദ്ധിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം അത് നമ്മൾ പരമാവധി അധികരിപ്പിക്കണം. വീട്ടിൽ ഖുർആനുമായിട്ടുള്ള ബന്ധം ഉണ്ടാവണം. എൻ്റെ ഖുർആൻ എന്ന് പറഞ്ഞ് ഓരോരുത്തർക്കും ഒരു ഖുർആൻ വേണം. ആ മഹബത്ത് നാളെ ആഖിറത്തിൽ വലിയ മുതൽക്കൂട്ടായിരിക്കും. ഇങ്ങനെ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വിശ്വാസി അവൻ ഖുർആൻ ഓതാൻ മാത്രമല്ല, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. വിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുകയാണ്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വന്നാൽ, അവനെ കുറിച്ച് പറഞ്ഞാൽ അവരുടെ ഹൃദയം പെട്ടെന്ന് കോൾമയിർ കൊള്ളുമെന്ന് വിശുദ്ധ ഖുർആൻ. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. വിശുദ്ധമായ ഖുർആനിന്റെ പാരായണം കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളെ ഈമാൻ വർദ്ധിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. എന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ പാരായണം കേൾക്കലിന് പുണ്യമുണ്ട്, ഖുർആൻ കേട്ടിരിക്കുന്നതിന് മഹത്വമുണ്ട്. അപ്പൊ ഇങ്ങനെ ഖിറാഅത്ത് കേൾക്കുമ്പോൾ അവിടെ സംസാരിക്കാൻ പാടില്ല. ഒരാൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ സൊറ പറയാൻ പാടില്ല. മറിച്ച് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ആത്മാർത്ഥതയോടെ ആ പറയുന്ന ഖുർആൻ, ഓതുന്ന ഖുർആൻ ഇങ്ങനെ കേട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കണം. ഇനി നമുക്ക് തീരെ ഓതാൻ കഴിയാത്ത സമയമാണ്, തീരെ ക്ഷീണം പിടിച്ച സമയമാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തോ വിഷമമുണ്ട്, എന്നാലും നമ്മുടെ ടെലിഫോൺ ഉപയോഗിച്ച്, നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച്, മറ്റു സൗകര്യങ്ങൾ ഉപയോഗിച്ച് ഖുർആൻ കേൾക്കാൻ ഇന്ന് സംവിധാനമുണ്ട്. ആ ഖുർആൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കണം. ഖുർആൻ മുഅ്മിനീങ്ങൾക്ക് സാദതുഹും ഈമാനാ, അവരെ ഈമാൻ വർദ്ധിക്കാൻ അത് കാരണമാണെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പോ നമ്മളുടെ വിശ്വാസത്തിന്റെ വർധനവിന് വിശുദ്ധമായ ഖുർആൻ കാരണമാണ്. അതുകൊണ്ടാണല്ലോ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രമാത്രം മഹത്വം ഖുർആൻ പാരായണം കേൾക്കുന്നതിനുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ കൂടെയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മുത്തുനബി തങ്ങൾ ഒരിക്കൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എനിക്ക് ഖുർആൻ ഓതിത്തരുവോ? എനിക്ക് ഖുർആൻ പാരായണം കേൾക്കാൻ ആഗ്രഹമുണ്ട്, ഒന്ന് ഓതിത്തരുവോ മോനെ? അപ്പോ മഹാനവറുകൾ ചോദിച്ചു, നബിയെ, അങ്ങേക്കിറങ്ങിയ ഖുർആൻ, അങ്ങേക്കാണ് വിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത്, അങ്ങയുടെ മുഅ്ജിസത്താണ് ഖുർആൻ. ആ ഖുർആൻ പാവപ്പെട്ട ഞാൻ അങ്ങേക്ക് ഓതിത്തരികയോ നബിയെ? അപ്പൊ മുത്തുനബി തങ്ങൾ പറഞ്ഞത്, എനിക്ക് മറ്റൊരാളിൽ നിന്ന് ഖുർആൻ കേൾക്കാൻ, അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ്, ഓതൂ മോനെ എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ഓതിക്കൊടുക്കുന്നു. ഓതി സൂറത്തുൻ നിസാ ഓതിക്കൊടുത്തു. ആ ഓതി കുറച്ച് കഴിയുമ്പോഴേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ് അവിടുത്തെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരിറ്റി വീണത് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഖുർആൻ ഇങ്ങനെ കേട്ടുകൊണ്ട് അതിൻ്റെ അർത്ഥങ്ങൾ ആലോചിച്ച്, അതിൻ്റെ വലിപ്പം ആലോചിച്ച്, അള്ളാഹുവിനെ പേടിയുള്ള വിശ്വാസികളുടെ സ്വഭാവം അങ്ങനെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ് അവസാനം ആ സ്വഹാബിയോട് ഓർത്തു നിർത്താൻ പറയുന്നു. എന്താണ്? അപ്പൊ ഖുർആനിന്റെ പാരായണം കേൾക്കൽ ഏറ്റവും പുണ്യമുള്ള കാര്യമാണ്. ഇനിയോ ഖുർആൻ ഓതി കരഞ്ഞതിന് എത്രയാണ് നമുക്ക് തെളിവ് പറയാനുള്ളത്?
എത്രയാണ് ചരിത്രം പറയാനുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി തങ്ങൾ ബിസ്മി ഓതിയിട്ട് നിസ്കാരത്തിൽ കരയാറുണ്ടായിരുന്നു. നിസ്കാരം തുടങ്ങി ബിസ്മി ഓതി ബിസ്മിയുടെ അർത്ഥതലങ്ങൾ ആലോചിച്ച് അതിങ്ങനെ ചിന്തിച്ചുകൊണ്ട് കരയുമായിരുന്നു. എന്തേ, നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ ബിസ്മിയെ കുറിച്ച്? ഖുർആനിന്റെ ഭാഷ, ഖുർആനിന്റെ ശൈലി, അതിൻ്റെ അർത്ഥവ്യാപ്തി അത്രമാത്രമുണ്ട്. കൂട്ടത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് സൂചിപ്പിക്കുന്നു, ഖുർആൻ പഠിക്കാൻ ആരെങ്കിലുമൊക്കെ എഴുതി വെച്ച ഖുർആൻ പരിഭാഷയിലെ 4 വാചകം വായിച്ച് ഇതാണ് ഖുർആൻ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ബിസ്മിയുടെ അർത്ഥം മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, എനിക്ക് 100 ഒട്ടകങ്ങൾക്ക് ലോഡ് ചെയ്ത് ചുമക്കാൻ മാത്രം ബിസ്മിയുടെ അർത്ഥം ഞാൻ എഴുതിയാൽ അതിൻ്റെ പേപ്പർ 100 ഒട്ടകങ്ങൾക്കുള്ള ലോഡിങ്ങിനുള്ള സാധനം ഉണ്ടാകും. അപ്പൊ എത്രയായിരിക്കും അതിൻ്റെ വ്യാപ്തി? അതിങ്ങനെ പരിഭാഷയിൽ ഒരു പരിപാലിച്ച് ഇതാണ് ഖുർആൻ എന്ന് മനസ്സിലാക്കരുത്. ഉസ്താദുമാരിൽ നിന്ന് പഠിക്കണം, മഹാന്മാരിൽ നിന്ന് കേട്ടുപഠിക്കണം, ഖുർആനിന്റെ വിശദീകരണങ്ങൾ കേൾക്കണം, പഠിക്കാനുള്ള അവസരം ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മി ഓതിയിട്ട് കരയുകയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, രാത്രിയിൽ ഒരു തവണ നിസ്കാരത്തിന് വിളിക്കാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്തേക്ക് ഞാൻ ഇങ്ങനെ ചെല്ലുമ്പോൾ അവിടുന്ന് പൊട്ടി പൊട്ടി കരയുന്ന രംഗമാണ് കാണുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, നബിയേ, എന്തിനാണ് അങ്ങ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ മുത്തുനബി തങ്ങൾ പറയുന്നത്, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് എന്ന ആയത്തിങ്ങനെ ഓതിയപ്പോ അതിൻ്റെ അർത്ഥങ്ങൾ ആലോചിച്ച്, അതേ ഭൂമിയുടെ കറക്കത്തിലും പകലും രാത്രിയുമായി മാറുന്നതിലും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിലും ഇങ്ങനെ ഈ കാണുന്നതിലൊക്കെ ബുദ്ധിയുള്ളവർക്ക് വലിയ ദൃഷ്ടാന്തമുണ്ടേ എന്ന ആയത്തോതിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രികാലങ്ങളിൽ എണീറ്റിരുന്ന് നിസ്കാരത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് കരഞ്ഞതിൻ്റെ രംഗങ്ങൾ നമുക്കൊരുപാട് പറയാനുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ കേട്ടിട്ടില്ലേ? ഇമാം അബൂ ഹനീഫ തങ്ങൾ രാത്രികാലങ്ങളിൽ ഖുർആൻ ഓതിയിട്ട് കരയുന്നതിൻ്റെ രംഗം ഒരുപാട് നമുക്ക് പറയാനുണ്ട്, ഒരുപാട് മഹാന്മാരെ പറയാനുണ്ട്. ഇമാം അബൂ ഹനീഫ തങ്ങൾ ഒരു ദിവസം രാത്രി നിസ്കരിക്കാൻ നിന്നു. ആ നിസ്കാരത്തിൽ ഇശാഇന്റെ ശേഷമുള്ള സുന്നത്തു നിസ്കാരം രാത്രി ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പള്ളിയിൽ നിന്ന് മുഅദ്ദിന് വാതിലടച്ച് വീട്ടിലേക്ക് പോകേണ്ട സമയമല്ലേ? മഹാനവറുകളോട് പറഞ്ഞു, ഞാൻ തൽക്കാലം വീട്ടിലേക്ക് പോകുകയാണ്, നിങ്ങളുടെ നിസ്കാരം കഴിഞ്ഞ് പോകുമ്പോൾ വിളക്കണിച്ച് വാതിലടച്ചിട്ട് പോകണമെന്ന് പറഞ്ഞ് മുഅദ്ദിൻ വീട്ടിലേക്ക് തിരിച്ചു. ഇമാം അബൂ ഹനീഫ തങ്ങളുടെ നിസ്കാരം തുടങ്ങി. ആ നിസ്കാരത്തിൽ മഹാനവറുകൾ ഇസാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ എന്നു തുടങ്ങുന്ന സൂറത്തങ്ങ് ഓതാൻ തുടങ്ങി. ഓതി കരയുകയാണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഈ ഭൂമി ഇങ്ങനെ കിടുകിടാ വിറക്കുന്ന, ഭൂമിയുടെ മുകളിലുള്ള മനുഷ്യരെ കൊണ്ട് അമ്മാനമാടുന്ന ഒരു സമയം വരാനുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമിയുടെ ഉള്ളറകളിലുള്ള മുഴുവനും പുറത്തേക്ക് തുപ്പിക്കളയുന്ന സമയം. വഖാലൽ ഇൻസാനു മാ ലഹാ, ഇതൊക്കെ ഇങ്ങനെ കണ്ടു പേടിച്ചരണ്ടിരിക്കുന്ന മനുഷ്യൻ, പടച്ചോനെ ഭൂമിക്ക് എന്തു പറ്റി എന്ന് ചോദിച്ച് നിലവിളിക്കുന്ന ഒരു സമയം വരാനുണ്ട്. വഖാലൽ ഇൻസാനു മാ ലഹാ എന്നു പറഞ്ഞ് മഹാനവറുകൾ ഇങ്ങനെ കരയുകയാണ്. അതേ അവസാനം ആ സൂറത്ത് അവസാനിക്കുന്നുണ്ടല്ലോ, എല്ലാ ഖൈറും ഷർറിനും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്.
എല്ലാറ്റിനും നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും, എല്ലാം അള്ളാഹു കാണുമെന്ന് പറയുന്ന ആ സൂറത്തിങ്ങനെ അവസാനിപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ പൊട്ടി പൊട്ടി കരയുകയാണ്. من يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഒരണുമണി തൂക്കം നന്മ ചെയ്തവൻ അത് കാണും, അതിൻ്റെ പ്രതിഫലം ലഭിക്കും. അണുമണി തൂക്കം തിന്മ ചെയ്തവൻ അതിൻ്റെയും പ്രതിഫലം ലഭിക്കാതെ, അതിൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും അനുഭവിക്കാതെ അവിടുന്ന് പോവൂല. ഈ സൂറത്തിങ്ങനെ ഓതിയിട്ട് വയാ മൻ യുജ്സാ ബിമിസ്ഖാലി ദർറത്തിൻ ഖൈറൻ ഖൈറാ, ഒരു മിസ്കാല് ദർറത്ത്, ഒരണുമണി തൂക്കം നന്മക്ക് നന്മ കൊടുക്കുന്ന അല്ലാഹ്. വയാ മൻ യുജ്സാ ബിമിസ്ഖാലി ദർറത്തി ശർറൻ ശർറാ, ഒരണുമണി തൂക്കം തിന്മ ചെയ്തവന് അതിൻ്റെ തിന്മയും കൊടുക്കുന്ന അല്ലാഹ്, അത് മുഴുവനും നോക്കി രേഖപ്പെടുത്തുന്ന അല്ലാഹ്. അജ്ർ അബ്ദക നുഅ്മാൻ അജിറു അബ്ദകൻ നുഅ്മാൻ മിനന്നാർ, ഈ പാവപ്പെട്ട നുഅ്മാനെ നരകത്തിൽ നിന്നും രക്ഷിക്കണേ അല്ലാഹ്. വബാഇദ് ബൈനഹു വബൈന മാ യുഖർരിബുഹു മിൻഹാ, നരകത്തിൽ നിന്ന് എന്നെ വിദൂരത്താക്കണേ അല്ലാഹ്. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന മുഴുവൻ കാര്യങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. വഅദ്ഖിൽഹു ഫീ വാസിഇ റഹ്മതിക യാ അർഹമർ റാഹിമീൻ. മഹാനവറുകൾ അല്ലാഹുവേ നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് എന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞ് മഹാനവറുകൾ പൊട്ടി പൊട്ടി കരയുകയാണ്. അങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഒരുപാട് കരഞ്ഞതിൻ്റെ ചരിത്രം കാണാം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടല്ലേ മഹാനവറുകളുടെ ഹൃദയം, അവരുടെ മനസ്സ് വലിയ മനസ്സായി മാറിയത്. ചരിത്രത്തിലൊരു രംഗം കാണാം. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, അവിടുന്ന് വലിയ പണ്ഡിതനാണ്, വലിയ മഹാനാണ്, അതുപോലെ നല്ല വ്യാപാരിയുമായിരുന്നു. ആ വ്യാപാരിയായ ടെക്സ്റ്റൈൽസ് കച്ചവടം നടത്തുന്ന അബൂ ഹനീഫ ഇമാമ് തൻ്റെ കൂട്ടുകാരനായ ഹഫ്സ് ഇബ്നു അബ്ദുറഹ്മാൻ, അവരെ ബിസിനസ് പങ്കാളിയാണ്, കച്ചവടത്തിനയക്കുമ്പോൾ അയച്ചു കിട്ടുന്ന കച്ചവടത്തിൻ്റെ വരുമാനത്തിൽ നിന്ന് ഖുർആനുമായി ബന്ധപ്പെടുന്നവർക്ക്, ഇൽമുമായി ബന്ധപ്പെടുന്നവർക്ക്, ഹദീസുമായി ബന്ധപ്പെടുന്നവർക്ക്, അതുപോലെ ഇൽമു പഠിക്കാനും പഠിപ്പിക്കാനും പോകുന്നവർക്ക് അവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിക്കൊടുക്കും. ഒരു ദിവസം കച്ചവടത്തിന് പോകുമ്പോൾ കൊണ്ടുപോയ വസ്ത്രങ്ങളിൽ ഒന്നിന് ചെറിയ ന്യൂനതയുണ്ട്, കുറവുണ്ട്. ഹഫ്സ് ഇബ്നു അബ്ദുറഹ്മാനോട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിൽപ്പന നടത്തുന്ന സമയത്ത് ഈ ന്യൂനതയുള്ള വസ്ത്രങ്ങൾ, കുറവുള്ള വസ്ത്രങ്ങൾ കൊടുക്കുമ്പോൾ പറയണം, ഇതിന് ഇന്ന കുഴപ്പമുണ്ട്, അത് പറയാതെ വിൽക്കാൻ പാടില്ല. പക്ഷേ മഹാനവറുകൾ കച്ചവടത്തിനടുക്കത് മറന്നുപോയി. കച്ചവടം കഴിഞ്ഞു വന്നപ്പോൾ അബൂ ഹനീഫ ഇമാമിന് ലാഭം എത്രേ എന്ന് ചോദിക്കുന്നതിൻ്റെ മുമ്പ് അവരോട് ചോദിക്കുന്നു, കച്ചവടം നടക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ വസ്ത്രത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നോ? ഇല്ല, ഞാനത് വിട്ടുപോയി എന്ന് പറഞ്ഞതോടെ ഒരുപാട് കാലം ആ കച്ചവട സ്ഥലത്തു നിന്ന് ഈ വസ്ത്രം വാങ്ങിയ ആളുകളെ അന്വേഷിച്ച് നടക്കുകയാണ്. അങ്ങനെ നടന്നു നടന്ന് കിട്ടാതെ വന്നപ്പോൾ ആ കച്ചവടത്തിൽ കിട്ടിയ മുഴുവൻ ലാഭവും അവിടെ പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്യുകയാണ്. ഇത്രയും നല്ല മനസ്സിൻ്റെ വിശുദ്ധിയിലേക്ക് മഹാനവറുകൾ എത്തുന്നതിൽ എന്തത്ഭുതമാ! ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഒരൊറ്റ റക്അത്തിൽ തന്നെ ഖുർആൻ പൂർണ്ണമായി ഓതിയ സമയങ്ങളുണ്ട്. ഒരു രാത്രി മുഴുവനും ഒറ്റ ആയത്തോതിയിട്ട് കരഞ്ഞ് കരഞ്ഞ് ആവർത്തിച്ചു കൊണ്ടിരുന്ന സമയങ്ങളുണ്ട്. അല്ലാഹുവിനെ പേടിച്ച് വല്ലാതെ ജീവിച്ചവരാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇതുപോലെ ഖുർആനിൻ്റെ രസവും അതിൻ്റെ വലിപ്പവും അത് ഓതിയിട്ടുള്ള ആ ഒരു വഅദും നമുക്ക് കേൾക്കാൻ കഴിയണം. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അവസാനമായി മഹദിയായ ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, അവിടുന്ന് എത്രയാണ് ഖുർആൻ ഓതിയത്. അതുപോലെ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു
എത്രയാണ് ഖുർആൻ ഓതിയത്? മഹാനവറുകളെ മറമു ചെയ്ത സ്ഥലത്ത് 7000 തവണ ഖുർആൻ ഖത്മു ചെയ്തിട്ടുണ്ട്. ആ മണ്ണിന്റെ ഒരു സന്തോഷം എത്രയായിരിക്കും? ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ മറമു ചെയ്ത സ്ഥലത്തിരുന്നിട്ട് 7000 തവണ ഖുർആൻ ഖത്മു ചെയ്തിട്ടുണ്ടത്രേ. അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ഖബൂലാക്കട്ടെ. ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അവിടുന്ന് മരണപ്പെട്ട ഒരു സമയമാണ് വിശുദ്ധ റമളാൻ. റമളാനിലാണ് അവിടുത്തെ ആണ്ട് വരുന്നത്. ഈ സമയത്ത് പറയുന്നതിന് പ്രത്യേകതയുണ്ട്. റജബ് മാസത്തിൽ രോഗം ബാധിച്ച് റമളാനിൽ അത് മൂർജിച്ചു കൊണ്ടിരിക്കുമ്പോൾ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ നോമ്പുകാരിയാണ്. രോഗം ഇങ്ങനെ വല്ലാതെ വിഷമത്തിലായപ്പോ പലരും നോമ്പ് മുറിക്കാൻ വേണ്ടി മഹദിയോട് പറയുന്നുണ്ട്. മഹദിയുടെ ഭർത്താവ് പല രൂപത്തിലും പറഞ്ഞു, മോളെ നോമ്പ് മുറിക്കണം. പലരോടും പറഞ്ഞു, നിങ്ങളൊന്ന് പറഞ്ഞു മുറിപ്പിക്കണം. മഹദിയോട് നോമ്പ് മുറിക്കാൻ പറയാൻ വേണ്ടി പലരോടും അപേക്ഷിക്കുകയാണ്. ഡോക്ടറോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമായിരിക്കും, കാരണം അത്രയും വിഷമത്തിലായതുകൊണ്ടാ. അപ്പൊ ബീവി പറഞ്ഞത്, നോമ്പുകാരിയായി മരിക്കാനാണ് എൻ്റെ ആഗ്രഹം. വർഷങ്ങളായി ഞാൻ ദുആ ചെയ്തു വാങ്ങിയ ആഗ്രഹമാണ്, അത് നഷ്ടപ്പെടുത്തൂല. അബ്ഇദൂ അന്നീ ത്വബീബി വദഊനി മഅ ഹബീബി. എൻ്റെ ഹബീബായ തങ്ങൾ എന്നെ സ്വീകരിക്കാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും, ഡോക്ടറടക്കം എല്ലാവരും എന്നിൽ നിന്നൊന്ന് മാറിത്തരണം. ഞാൻ എൻ്റെ ഹബീബിലേക്കു ചേരട്ടെ എന്ന് പറഞ്ഞു മഹദി അവസാന നിമിഷത്തിലും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. സൂറത്തുൽ അൻആമിലെ ലഹും ദാറുസ്സലാമി ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും ബിമാ കാനൂ യഅമലൂൻ. നല്ല രൂപത്തിൽ ജീവിച്ച, നല്ല രൂപത്തിൽ അല്ലാഹുവിന് വഴിപ്പെട്ടവർക്ക് ദാറുസ്സലാം എന്ന സ്വർഗം കാത്തിരിക്കുന്നുണ്ട് എന്ന ആശയം വരുന്ന ആയത്തെത്തിയപ്പോ അവിടെ മഹദി അങ്ങ് വഫാത്താവുകയാണ്. എന്തേ ഇത്രയും തെളിച്ചമുള്ള വഫാത്തു ലഭിച്ചത്, ഇത്രയും സന്തോഷമുള്ള മരണം ലഭിച്ചത്? മഹദി മറവട്ട് കിടക്കുന്ന ആ ഖബറ്, സ്വന്തം ഖബറ് കുടിച്ച് ഖബറിലിറങ്ങിയിട്ട് 145 തവണ ഖുർആൻ ഖത്മു ചെയ്തിട്ടുണ്ടെന്ന് മഹാന്മാര് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ജീവിച്ച ഒരുപാട് മഹാന്മാരുണ്ട്. അവരെയൊക്കെ പിൻപറ്റി നമുക്ക് വിജയിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വിശുദ്ധമായ റമളാൻ നമുക്കതിനു പറ്റിയ സമയമാണ്. നമ്മളൊക്കെ വല്ലാതെ ആഗ്രഹിക്കുന്നതും വല്ലാതെ പേടിക്കുന്നതും ഖബറിലെ ശിക്ഷയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയാണ്. അവിടെ രക്ഷപ്പെടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. മഹാന്മാർ അതിനും പഠിപ്പിച്ച ഏറ്റവും നല്ല മാർഗം ഖുർആൻ പാരായണമാണ്. അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഖുർആൻ പാരായണം. ഖുർആൻ കേട്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൻ്റെ വെളിച്ചം കണ്ട് ദീനിലേക്ക് കടന്നു വന്നത്. അപ്പം മനസ്സിൽ ഇസ്ലാമിൻ്റെ പ്രഭ തരാനും മനസ്സിൻ്റെ കുഷ്ഠങ്ങൾ മാറ്റിത്തരാനും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഖുർആൻ. മഹാനായ ശഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തൊലബനാ ജവാബ മുൻകരിൻ വനകീർ. മുൻകർ നക്കീറിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണം, ഉത്തരം പറയണമെന്ന് നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ ഫവജദ്നാഹു ഫീ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിലൂടെ നമുക്കത് ലഭിക്കുമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുൽക്ക് സ്ഥിരമായി നമ്മൾ പാരായണം ചെയ്യണം. ഹിയൽ മാനിഅതു ഹിയൽ മുൻജിയതു തുൻജീഹി മിൻ അദാബിൽ ഖബ്ർ. മുത്തുനബി തങ്ങൾ വാക്കുതന്നതാണ്, സൂറത്തുൽ മുൽക്ക് സ്ഥിരമായി പാരായണം ചെയ്യുന്നവർക്ക് ഖബറിൽ വിഷമം വരൂല. അവരെ ഖബറിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ആ സൂറത്തുൽ മുൽക്ക് പൂർണ്ണമായി അവരെ സംരക്ഷിക്കുമെന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഖുർആനിൻ്റെ മഹത്വം ഒരുപാടാണ്. അത് പരമാവധി അധികരിപ്പിച്ച് വിശുദ്ധ റമളാൻ ഖുർആനിൻ്റെ മാസം കഴിയുമ്പോഴേക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ച് ജീവിതകാലം മുഴുവനും ആ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ച് ആ ഒരു സ്നേഹവും ഇഷ്ടവും കാത്തു സൂക്ഷിച്ച് ആഖിറത്തിൽ ഖുർആൻ സാക്ഷി പറയുമ്പോൾ അതിലുപെട്ടു രക്ഷപ്പെടാൻ കഴിയണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ച്
അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞതും കേട്ടതും ഒക്കെ സ്വാലിഹായ അമലായി നമ്മളിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. ഒരുപാട് വിഷയങ്ങളും വിഷമങ്ങളും ഉണ്ട്. അല്ലാഹു എല്ലാറ്റിനും പരിഹാരം തരട്ടെ.